നരസിംഹ കഥ പാടിക്കൊണ്ടിരിക്കുകയാണ് അത്ര കുട്ടികൾ. അപ്പോൾ നരസിംഹത്തിൻ്റെ പേടിപ്പെടുത്തുന്ന ആ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സ്വാമിയുടെ ഭാവം മാറി. സ്വാമി നരസിംഹത്തിനെ പോലെയായി. ആ വിരുദ്ധാത്മകമായ ചിന്തകളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ഭജനകളും ഇത്തരം കീർത്തനങ്ങളൊക്കെ സുപ്രഭാതത്തിൽ തെരുവീഥികളിൽ കൂടെ പാടി നടന്നാൽ ആ അന്തരീക്ഷം, മലീമസമായ അന്തരീക്ഷത്തിനെ ശുദ്ധമാക്കാൻ നമുക്ക് സാധിക്കും. ആ കാലത്ത് സ്വാമിയുടെ വീട്ടിലെ എല്ലാവർക്കുമുള്ള വസ്ത്രങ്ങളൊക്കെ കൊല്ലത്തിലൊരിക്കലും 2 പ്രാവശ്യമൊക്കെ ഒന്നിച്ച് വാങ്ങിക്കുകയാണ് ചെയ്യുക. അപ്പോൾ പലതരത്തിലുള്ള വസ്ത്രങ്ങൾ ഒന്നിച്ച് പോയി വാങ്ങിക്കൊണ്ടുവരും. ആ വാങ്ങിക്കൊണ്ടുമ്പോഴേക്ക് വീട്ടിലുള്ള ബാക്കിയുള്ളവരൊക്കെ ആദ്യമായിട്ട് എനിക്കത് വേണം എന്ന് പറഞ്ഞിട്ട് മുന്നോട്ടൊക്കെ ഓടി വരും എടുക്കാൻ വേണ്ടിയിട്ട്. സ്വാമി മാത്രം ഒരു തിരക്കുമില്ല. സ്വാമി ഏറ്റവും പിന്നിൽ നിൽക്കും. അപ്പോൾ സത്യം നിനക്ക് വേണ്ടേ ചോദിച്ചാൽ എല്ലാവരും എടുത്തോളൂ, എല്ലാവരും എടുത്തിട്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ളത് എടുത്ത കഴിച്ച് ബാക്കിയുള്ളെങ്കിൽ എന്താ വെച്ചാൽ ഞാൻ എടുത്തോളാം എന്ന് പറയുന്നു. അത് ഈ ഒരു സ്വഭാവം അന്നു മുതലേ കാണിച്ചിരുന്നു. സ്വാമിക്ക് ഒന്നിലും ഒരു ഇംപേഷ്യൻ്റായിട്ട് സ്വാമി ഒരു സംഗതികളും സ്വാമിയുടെ അവതാരകാലത്ത് കാണിച്ചിട്ടില്ല. എല്ലാം വളരെ ചിട്ടയോടുകൂടി, സമയമാണെങ്കിൽ ആ പങ്ക്ച്വാലിറ്റി സ്വാമി എപ്പോഴും നിലനിർത്തിയിരുന്നു. അതേമാതിരി സ്വാമിയുടെ സംസാരമൊക്കെ മൃദുവായിട്ട് സൗമ്യമായിട്ട്, 9 സ്വഭാവ സംഹിതകളിൽ പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത് സൗമ്യമായിട്ട് സംസാരിക്കാനും മറ്റുള്ളവരെ കുറ്റം പറയാതിരിക്കാനുമാണ്. പിന്നെ സ്വാമി നമ്മളെ പഠിപ്പിച്ചു തരുന്നത് എല്ലാവരിലും സ്വാമിയെ കാണുക. മാനവസേവ മാധവസേവ എന്ന് വെറുതെ പറഞ്ഞതുകൊണ്ടായില്ല. എല്ലാവരിലും ഈശ്വരനെ കണ്ടുകൊണ്ടുള്ള സേവയാണ് മാധവസേവയായുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ടാണ് അന്ന് അവർക്കൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എടുക്കട്ടെ, അവരൊക്കെ ആസ്വദിക്കട്ടെ. എനിക്ക് അതിന് തിരക്കൊന്നുമില്ല. എനിക്ക് എല്ലാവരും കഴിച്ച് ബാക്കിയുള്ളത് മതി. ഞാൻ അതുകൊണ്ട് പൂർണ്ണമായിട്ടും കണ്ടന്റഡ്, തൃപ്തനാണ് എന്നുള്ളത് കുട്ടിക്കാലത്ത് തന്നെ സ്വാമി കാണിച്ചിരുന്നു. പിന്നെയാണ് സ്വാമി അവിടെ ഏകാദശി നാളിലൊക്കെ ആ സമയത്ത് അവിടെ കാളവണ്ടി മത്സരം നടക്കും. കാളവണ്ടി മത്സരത്തിൽ ഈ കാളയുടെയൊക്കെ വാല് മുമ്പിലെത്താൻ വേണ്ടിയിട്ട് കാളയുടെ വാലൊക്കെ പിടിച്ച് തിരിക്കും, ഉദ്രവിക്കവരെ. സ്വാമിക്കതൊന്നും ഇഷ്ടമല്ല. അതേമാതിരി മുട്ടനാടുകൾ തമ്മിൽ അവരെ മത്സരിപ്പിക്കും. അവരങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി അതിന് ചോരയൊക്കെ വരും. ആ ക്രൂരത കണ്ടിട്ട് സ്വാമി പറയും, എന്തിനാ ഈ മാതിരിയുള്ള മത്സരമൊക്കെ വെക്കുന്നത്? ഇത് ഒരിക്കലും ശരിയല്ല. ഈ ജീവികളെയൊക്കെ, അതൊക്കെ ഈശ്വരൻ്റെ സൃഷ്ടികളല്ലേ. നമ്മൾ അവരെയൊക്കെ, അവർക്ക് സംസാരിക്കാനൊന്നും കഴിയില്ല, അവർക്ക് വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ഈ ജന്തുക്കളേക്ക് ദ്രോഹിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് സ്വാമി പറയും. കോഴിപ്പോരാണെങ്കിലും ശരി, അത് ആടുകളുള്ള തമ്മിലുള്ള മത്സരമാണെങ്കിലും ശരി, ജന്തുക്കളെ കൊണ്ട് ഉപദ്രവിപ്പിക്കുന്നതായിട്ടുള്ള ഒന്നും തന്നെ ചെയ്യുന്നത് സ്വാമിക്കൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. സ്വാമിയുടെ ആ നാട്ടിൽ ചില സമയങ്ങളിൽ ടൂറിങ് സിനിമ ഒന്ന് കളിച്ചു പോവും. അപ്പോൾ എല്ലാവരും ഈ സിനിമ കാണാൻ വേണ്ടി പോകുമ്പോൾ സ്വാമി പോവില്ല. അപ്പോൾ സ്വാമിയോട് പലരും നല്ല രസമുണ്ട് കാണാൻ, എന്താ സ്വാമി പോവാത്ത് ചോദിക്കുമ്പോൾ സ്വാമി പറയാണ്, നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ വളരെയധികം സംഗതികളും വിരുദ്ധാത്മകമായിട്ടുള്ള കാര്യങ്ങളാണ് സിനിമകളിൽ കൂടെ കാണുക. ദൃശ്യമാധ്യമങ്ങളൊക്കെ വളരെയധികം സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ വരുത്തും. അതുകൊണ്ട് നല്ല രീതിയിൽ നന്മ ഇല്ലാത്തതായ അടിപിടികളും ക്രൂരതകളും സെക്ഷലായിട്ടുള്ള സംഗതികളും ഒക്കെ മോശമായ രീതിയിൽ കാണിക്കുമ്പോൾ അത് കാണുന്നവരുടെ, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ അതൊരു വളരെ മോശമായിട്ടുള്ള ഒരു ഇംപ്രഷൻ അവരുടെ മനസ്സിലൊക്കെ ഉണ്ടാക്കും. അത് അവർ ജീവിത രീതിയിലേക്ക് അവർ പകർത്താനൊക്കെ ശ്രമിക്കുമ്പോൾ സന്തോഷവും സമാധാനവും ഇല്ലാത്ത ഒരു സമൂഹം വളർന്നു വരും. അതുകൊണ്ട് ഞാനതൊന്നും കാണില്ല, നിങ്ങൾ കുട്ടികളാരും കാണരുതെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് അന്ന് തന്നെ സ്വാമി പറഞ്ഞിരുന്നു. അത് അവതാരകാലത്ത് ബാലവികാസ് ക്ലാസ്സുകളിൽ ഒക്കെ പറയാനായിട്ട് ഇത്തരം കാര്യങ്ങൾ സ്വാമി വളരെ അസന്നിഗ്ധമായിട്ട് ഗുരുക്കന്മാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന തലമുറയെ മാറ്റി നിർത്തണം എന്നുള്ള ആഹ്വാനം അത് ആ ചെറുപ്പകാലത്ത് തന്നെ സ്വാമി കാണിച്ചിരുന്നു എന്നർത്ഥം. പിന്നെ ഉള്ളത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. സ്വാമിക്ക് 10 വയസ്സായിട്ടേ ഉള്ളൂ. ആ 10 വയസ്സ് കാലത്താണ് ഒരു ഭജൻ ഗ്രൂപ്പ്, പണ്ഡരി ഭജന സംഘം എന്ന് പറഞ്ഞിട്ട് 10-16 കുട്ടികളുള്ള ഒരു ഗ്രൂപ്പ് സ്വാമി ഉണ്ടാക്കി. അവരെ കാഷായ വസ്ത്രമൊക്കെ ധരിച്ചിട്ട്
പണ്ഡരി ഭജന സംഘങ്ങളെപ്പോലെ. പണ്ഡരി ഭജന സംഘങ്ങൾ മഹാരാഷ്ട്രയിലൊക്കെ അവർ കാവ്യ വസ്ത്രമൊക്കെ അണിഞ്ഞ് മാലയൊക്കെ ഇട്ട് ഇൻസ്ട്രുമെൻസ് ഒക്കെ ആയിട്ട് പണ്ഡരിക്ക് പോകുന്ന മാതിരി അവർ ഭജനകൾ ചൊല്ലിക്കൊണ്ടാണ് പോവുക. അതേ രീതിയിൽ ആ യാത്രയെ അനുസ്മരിക്കുന്നതായിട്ടുള്ള അതിന് പറ്റുന്നതായിട്ടുള്ള പാട്ടുകളും ഭജനകളും ഒക്കെ ഉണ്ടാക്കിയിട്ട് പുട്ടപരുത്തിയിലെ വീഥികളിൽ കൂടെയൊക്കെ അവരെല്ലാ ദിവസവും പോയിക്കൊണ്ടിരിക്കും. അതിൽ കുട്ടിയായിട്ടുള്ള സത്യൻ ശ്രീകൃഷ്ണൻ്റെ വേഷമൊക്കെ കിട്ടും. ശ്രീകൃഷ്ണൻ അന്ന് ഗോകുലത്തിൽ ചെയ്തിരുന്ന ലീലകളൊക്കെ അനുകരിച്ച് കാണിക്കും. നല്ല രസകരമായിട്ടുള്ള നൃത്തം, ഗാനങ്ങൾ ഇതെല്ലാം ഉണ്ടാവും. ഒരിക്കൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരിക്കൽ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നരസിംഹ കഥ പാടിക്കൊണ്ടിരിക്കുകയാണ് അത്ര കുട്ടികൾ. അപ്പോൾ നരസിംഹത്തിൻ്റെ പേടിപ്പെടുത്തുന്ന ആ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സ്വാമിയുടെ ഭാവം മാറി. സ്വാമി നരസിംഹത്തിനെ പോലെയായി. സ്വാമിയെ ഒതുക്കാൻ ആർക്കും സാധിക്കുന്നില്ല, അത്രയും ശക്തി. അപ്പോൾ പിന്നെ ആരോ പറഞ്ഞിട്ട് കർപ്പൂരം കൊണ്ടുവന്ന് ആരതി ഒഴിഞ്ഞ് ഒരു നാളികേരം ഉടച്ചപ്പോഴാണത്രേ ഭഗവാൻ ആ നരസിംഹഭാവത്തിൽ നിന്ന് മാറിയത്. ഇതിനൊക്കെ വലിയ പ്രചാരം കിട്ടി. അതിനിടയിൽ വിഷൂജിക അല്ലെങ്കിൽ ടൈഫോയിഡ് രോഗം പുട്ടപരുത്തിയുടെ അടുത്ത ഗ്രാമങ്ങളിലൊക്കെ വളരെ അധികമായിട്ട് വന്നു. പക്ഷെ പുട്ടപരുത്തിയിൽ മാത്രം ആ രോഗം പടർന്നില്ല. അപ്പം എല്ലാവരും എന്തു പറഞ്ഞു, അവിടെ പകരാതിരിക്കാനുള്ള കാരണം ഈ കുട്ടികളുടെ ഈ ഭജനകളാണ്, അതുകൊണ്ടാണ് അവിടെ പരക്കാതിരിക്കുന്നത്. ഇത് കേട്ടപ്പോഴേക്ക് ബാക്കി സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഈ കുട്ടികളുടെ സംഘത്തെ അവർ ഗ്രാമത്തിലേക്ക് വിളിക്കുകയും അവർ സ്ഥലത്തിലേക്ക് വിളിക്കുകയും അവരെ കൊണ്ട് അവരുടെ വീഥികളിൽ കൂടിയൊക്കെ ഇതേമാതിരി ഭജന ചെയ്യിക്കുകയൊക്കെ ചെയ്തു. ഇത് ആണ് സത്യസായി സംഘടനയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സത്യസായി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യമായുണ്ടായ നഗരസങ്കീർത്തനം എന്ന് പറയാം. ആ നഗരസങ്കീർത്തനത്തിന് സ്വാമി പറയുന്നത് ഇന്ന് ലോകത്തിൽ എല്ലാം കലുഷിതമായിട്ടാണ്. വാക്കുകളായാലും ചിന്തയായാലും പ്രവൃത്തിയായാലും അതിൻ്റെ തരംഗങ്ങൾ സമൂഹത്തിൽ മുഴുവൻ ഇവിടെ അന്തരീക്ഷത്തിൽ മുഴുവൻ പരന്നു കിടക്കുക. അതിൽ കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊക്കെയും നെഗറ്റീവായിട്ടുള്ള തോട്ട്സും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കാണ് പ്രതിപത്തിയൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതിനെ കുറച്ചെങ്കിലും മാറ്റാൻ, അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ, അവിടെ വിദ്യാത്മകമായ ചിന്തകളും കൂടിയിട്ട് ആ വിരുദ്ധാത്മകമായ ചിന്തകളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ഭജനകളും ഇത്തരം കീർത്തനങ്ങളൊക്കെ സുപ്രഭാതത്തിൽ തെരുവീഥികളിൽ കൂടെ പാടി നടന്നാൽ ആ അന്തരീക്ഷം, മലീമസമായ അന്തരീക്ഷത്തിനെ ശുദ്ധമാക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് സ്വാമി പറഞ്ഞത് സത്യസായി സംഘടന പ്രവർത്തനത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നഗരസങ്കീർത്തനം. എത്രയോ പ്രാവശ്യം സ്വാമി പറഞ്ഞിട്ടുണ്ട്, നഗരസങ്കീർത്തനം നടത്താത്ത ഒരു സമിതി പോലും ഉണ്ടാവരുതെന്ന്. അത് തുടങ്ങിയത്, അതിൻ്റെ ആ ഇഫക്റ്റ് കാണിച്ചത് സ്വാമിയുടെ 10ാം വയസ്സിലാണ്.